ചുവന്ന കൊടിയും അരിവാൾ ചുറ്റിക നക്ഷത്രവും കണ്ടാൽ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും പ്രസക്തമല്ലാതിരുന്ന പാർട്ടി കോട്ടയായിരുന്നു കണ്ണൂർ. എന്നാൽ സംസ്ഥാനമൊട്ടാകെ ആഞ്ഞുവീശിയ UDF തരംഗത്തിൽ കണ്ണൂരിലെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ലോകം തലകീഴായി മറിഞ്ഞാലും തോൽക്കില്ലെന്ന് CPM കരുതിയിരുന്ന ഉരുക്കുകോട്ടകളായ പയ്യന്നൂരിലും തളിപ്പറമ്പിലുമടക്കം വൻ പരാജയമാണ് പാർട്ടി നേരിട്ടത്. തളിപ്പറമ്പിലുണ്ടായ പൊട്ടിത്തെറി സൃഷ്ടിച്ച അടിയൊഴുക്കുകൾ തടയാനാവാതെ ഇടതുപക്ഷം ഉയർത്തു. നേതൃത്വം അടിച്ചേൽപ്പിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ അണികളുടെ അമർഷം വോട്ടായി മാറി. മുൻ CPM നേതാക്കളായ V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും സ്വതന്ത്രരായി മത്സരിച്ച് വിജയിച്ചത് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും നേതാക്കളുടെ ധാർഷ്ട്യവും തുറന്നു കാട്ടുന്നു. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ടയാളാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ. ഇതേ ഗോവിന്ദൻ തന്നെ ശ്യാമളയെ വീഴ്ത്തിയതോടെ CPM നേരിട്ടത് മണ്ഡല ചരിത്രത്തിൽ ഇതുവരെ നേരിടാത്ത തോൽവി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വിള്ളൽ സംഭവിച്ചതോടെ അണികളുടെ പ്രതിഷേധം മറികടന്ന് സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധം പുകയുകയാണ്. വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് സൂചന. അമ്പലപ്പുഴയിൽ മുതിർന്ന നേതാവായ G സുധാകരൻ മത്സരിക്കുന്നതിന് കാരണം MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പരിഹസിച്ചു ചിരിച്ചതാണെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ഇതുകൂടാതെ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വിവാദം പാർട്ടിക്കുള്ളിൽ പരിഹരിക്കാൻ കഴിയുമായിരുന്നിട്ടും വിഷയത്തിലിടപെട്ട MV ഗോവിന്ദനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാഗേഷ് എന്നിവർ വഷളാക്കി പാർട്ടിയെ ദുർബലമാക്കിയതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. പരാജയ കാരണങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർക്കുന്ന ലോക്കൽ ഏരിയ ജനറൽ ബോഡികളിൽ ഈ കാര്യം വിശദീകരിക്കാൻ നേതൃത്വം ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. കണ്ണൂർ ജില്ലയിൽ മാത്രം 3 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായി. തളിപ്പറമ്പിൽ CPM വിട്ട് UDF പിന്തുണയോടെ മത്സരിച്ച TK ഗോവിന്ദൻ LDF സ്ഥാനാർത്ഥി PK ശ്യാമള ടീച്ചറെ തോൽപ്പിച്ചു. പയ്യന്നൂരിൽ UDF പിന്തുണയോടെ മത്സരിച്ച മുൻ CPM നേതാവ് V കുഞ്ഞികൃഷ്ണൻ LDF സ്ഥാനാർത്ഥി TI മധുസൂദനനെ പരാജയപ്പെടുത്തി. കണ്ണൂരിൽ LDF സ്ഥാനാർത്ഥി രാമചന്ദ്രൻ കടന്നപ്പള്ളി UDF സ്ഥാനാർത്ഥി TO മോഹനനോട് തോറ്റു. 2021 48,000-ലേറെ വോട്ടുകൾക്ക് വിജയിച്ച പയ്യന്നൂരിൽ സിറ്റിംഗ് MLA TI മധുസൂദനൻ 7,000-ലേറെ വോട്ടുകൾക്ക് CPM വിമതനും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ V കുഞ്ഞികൃഷ്ണനോട് തോറ്റത് കനത്ത തിരിച്ചടിയായി. പാർട്ടി കോട്ടയായ പയ്യന്നൂരിൽ 1977 ശേഷം ആദ്യമായാണ് LDF സ്ഥാനാർത്ഥി തോൽക്കുന്നത്. ഇത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതാണ്. രക്തസാക്ഷി ഫണ്ട് തിരിമറിയിൽ ആരോപണ വിധേയനായ TI മധുസൂദനനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതാണ് V കുഞ്ഞികൃഷ്ണനെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പ്രേരിപ്പിച്ചത്. കുഞ്ഞികൃഷ്ണന് രഹസ്യ പിന്തുണയുമായി ഒരു വിഭാഗം പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും എത്തിയതോടെ ജനങ്ങൾ CPMനോട് കണക്ക് ചോദിക്കുകയായിരുന്നു. ഇതിനൊപ്പം ഭരണവിരുദ്ധ വികാരവും ചേർന്നതോടെ CPM സ്വയം വാരിക്കുഴി തോണ്ടി. ഇതിന് സമാനമായാണ് തളിപ്പറമ്പിലുമുണ്ടായത്. PK ശ്യാമള ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട TK ഗോവിന്ദൻ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതോടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ കുടുംബാധിപത്യത്തോടെ എതിർപ്പുള്ള പാർട്ടി പ്രവർത്തകരും കുടുംബങ്ങളും ആന്തൂരിലും മൊറാഴയിലുമടക്കം ഗ്യാസ് സിലിണ്ടറിൽ വോട്ട് ചെയ്ത് തങ്ങളുടെ പ്രതിഷേധം നിശബ്ദമായി രേഖപ്പെടുത്തുകയായിരുന്നു.